ഭാരതവും ബ്രിട്ടനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറുടെയും സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത്. ഭാരതത്തിന്റെ വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും UK വാണിജ്യ സെക്രട്ടറി ജോനാഥൻ റൊണാൾഡ്സും കരാർ ഒപ്പിട്ടു. ചരിത്രപരമായ ദിവസമാണെന്നും ലോകത്തെ വലിയ രണ്ട് സാമ്പത്തിക ശക്തികൾ തമ്മിലാണ് ധാരണയിൽ എത്തിയിരിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഒപ്പം തന്നെ ഭാരതത്തിന് ആധുനിക സാങ്കേതിക വിദ്യ ലഭ്യമാകുമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമറും അറിയിച്ചു. हमारे संबंधों में एक ऐतिहासिक दिवस है. मुझे प्रसन्नता है कि कई वर्षों की मेहनत के बाद आज दोनों देशों के बीच कॉम्प्रिहेंसिव इकोनॉमिक एंड ट्रेड एग्रीमेंट संपन्न हुआ है. It is a deal that will bring huge benefits to both of our countries, boosting wages, raising living standards, and putting more money in the pockets of working people. It is good for jobs, it is good for business, cutting tariffs and making trade cheaper, quicker and easier. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, നിർണായകമായ അല്ലെങ്കിൽ ചരിത്ര പ്രധാനപരമായ കരാറിലാണ് ഇപ്പോൾ ബ്രിട്ടനും ഭാരതവും ഒപ്പുവെച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ? തീർച്ചയായും വിഷ്ണു, ബ്രിട്ടനും ഭാരതവും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഏറ്റവും നിർണായകവും ഏറെ തന്ത്രപ്രധാനവുമായ ഒരു വാണിജ്യ കരാർ തന്നെയാണ്. നമുക്കറിയാവുന്നതാണ് 99% ഉൽപ്പന്നങ്ങൾക്കും ഈ നികുതി ഒഴിവാക്കുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ചുമത്തുന്ന നികുതി ഒഴിവാക്കുന്നതും നികുതി കുറയ്ക്കുന്നതും നിയന്ത്രിക്കുന്നതും സംബന്ധിച്ചുള്ള ഒരു ധാരണയിലാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ സ്വാഭാവികമായും ഉണ്ടായേക്കാവുന്ന പല ആശങ്കകൾക്കും ആയിക്കൊണ്ടാണ് ഈ ധാരണ ഇപ്പോൾ ഒപ്പുവെച്ചിരിക്കുന്നത്. നേരത്തെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഐതിഹാസികമായ ഒരു ധാരണയാണ്, അല്ലെങ്കിൽ ഐതിഹാസികമായ ഒരു കരാറാണ് ബ്രിട്ടനുമായി ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ തന്നെ, അതായത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞത് ഈ ഭാരതത്തിൻ്റെയും അതുപോലെ തന്നെ ബ്രിട്ടനും ഇടയിലുള്ള ഈ കരാർ യാഥാർത്ഥ്യമാക്കുന്നതിനെ ഈ ഗവൺമെൻറ്റുകൾക്കാണ് കഴിഞ്ഞത്. അതായത് കെയർ സ്റ്റാമറുടെയും അതുപോലെ തന്നെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആ ഒരു സാന്നിധ്യത്തിലാണ് സാധ്യമായത് എന്നും അദ്ദേഹം പറയുകയും ചെയ്തു. നിരവധി കാലങ്ങളായി കാത്തിരുന്ന, അല്ലെങ്കിൽ 3-4 വർഷമായി തുടർച്ചയായി ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ചർച്ചകൾക്ക് ശേഷം ഈ മെയ് 6-നാണ്, അതായത് 2025 മെയ് 6-നാണ് ഇതിന് പരസ്പരം ഒരു അംഗീകാരത്തിലെത്തുകയും രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ധാരണ കൃത്യമായി നടപ്പാക്കുന്നതോടുകൂടി 2030 രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധത്തിൻ്റെ വോളിയം അല്ലെങ്കിൽ അതിൻ്റെ അളവ് ഇരട്ടിയായി വർദ്ധിപ്പിക്കുന്നതിനും കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്നതാണ് ഈ കരാർ എന്നതാണ് ഏറെ പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത്. കരാറിൽ സവിശേഷങ്ങളായ പല ഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പരസ്പരം സാങ്കേതികവിദ്യ കൈമാറുന്നതിനും സർവീസുകൾ കൈമാറുന്നതിനും സർവീസുകൾ പരസ്പരം ലഭ്യമാക്കുന്നതിനുമെല്ലാം തന്നെയുള്ള ഒരു സാധ്യത തുറന്നു കിട്ടുന്ന, അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വില സംബന്ധിച്ച് കൃത്യമായൊരു നിയന്ത്രണം ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാവുന്നതാണ്, മെഡിക്കൽ ഡിവൈസുകളുടെ എല്ലാം തന്നെ ബ്രിട്ടനിൽ നിന്ന് വലിയൊരു ഇറക്കുമതി ഭാരതത്തിലേക്കുണ്ട്. ഇവയുടെ തീരുവയെല്ലാം തന്നെ വളരെ കുറയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് സ്വാഭാവികമായും ബ്രിട്ടനെ ഭാരതത്തിലെ അത്യാധുനിക മെഡിക്കൽ സംവിധാനങ്ങളുമായി ശക്തമായി മത്സരിക്കുന്ന, കാര്യക്ഷമമായ മത്സരം കാഴ്ചവെക്കുന്നതിനും സ്വാഭാവികമായും ആ ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാകുന്നതിനുമുള്ള സാധ്യത ഭാരതത്തിലെ ജനങ്ങൾക്ക് തുറക്കുക എന്നതാണ് ഈ കരാർ കൊണ്ട് പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. മറ്റു പ്രധാനമായ 2 വിഷയങ്ങൾ കൂടി പ്രധാനമന്ത്രി കൈകാര്യം ചെയ്യുകയും ചെയ്തു, അല്ലെങ്കിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ആ കാര്യം ചർച്ചയായി എന്നും അറിയിച്ചു. അതായത് ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രി ഏത് രാജ്യത്തെത്തിയാലും ഭീകരപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുന്നുണ്ട്. ഇന്ന് പെഹൽഗാം ആക്രമണത്തിൻ്റെ തന്നെ വിഷയങ്ങൾ പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ഏറ്റവും നിർണായകമായ ഒരു പ്രസ്താവന തന്നെ നടത്തുകയുണ്ടായി. അതുതന്നെയാണ് ഇന്നത്തെ ഭീകരവിരുദ്ധ നീക്കങ്ങൾക്ക് അല്ലെങ്കിൽ ഭീകരവിരുദ്ധ നിലപാടുകൾക്ക് ഭാരതം എടുക്കുന്ന തീരുമാനങ്ങളിൽ ഏറ്റവും പ്രധാനം. അത് അദ്ദേഹം പറഞ്ഞത്, ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ സൗകര്യങ്ങൾ ദുരുപയോഗം ചെയ്ത് ഒരു ഭീകരവാദത്തെ വളർത്താൻ അനുവദിക്കുന്ന പ്രശ്നമില്ല, അത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് മാപ്പില്ല. അതുതന്നെയാണ് പെഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള നടപടികളിലൂടെ ഭാരതം കാണിച്ചു കൊടുത്തതെന്നും കൃത്യമായി അദ്ദേഹം പറയുകയും ചെയ്തു. അതുപോലെ മറ്റൊരു സുപ്രധാന ഘടകം കൂടി എടുത്തു പറയേണ്ടത്, 6 ബ്രിട്ടീഷ് യൂണിവേഴ്സിറ്റികൾക്ക് ഭാരതത്തിൽ ക്യാമ്പസ് തുടങ്ങാനുള്ളൊരു ധാരണയായിട്ടുണ്ട്. ഒരു യൂണിവേഴ്സിറ്റി ഗുരുഗ്രാമിൽ ക്യാമ്പസ് ആരംഭിക്കുകയും ചെയ്തു എന്നും അദ്ദേഹം അറിയിക്കുകയും ചെയ്തു. അത്തരത്തിൽ സാംസ്കാരികവും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും എല്ലാം തന്നെ സഹകരിക്കുന്നതിനുള്ള ധാരണയും ഈ ട്രേഡ് ധാരണയോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ശരി, ഐസൺ ജോസാണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.